Hello everyone, welcome to MP's World. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാജിക് സിലിണ്ടറാണ്. ഇത് നമുക്ക് ഒരു ടോയ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഫിസിക്സ് പ്രോജക്റ്റായിട്ട് ഇപ്പോൾ സ്കൂൾ എക്സിബിഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കാം. കാരണം ഇതൊരു സയൻസ് ഒരു ഫിസിക്സ് ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആണ്, ഇൻക്ലിനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ സിലിണ്ടർ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഒരു ഫിസിക്സ് പ്രോജക്റ്റിനകത്തൊക്കെ യൂസ് ചെയ്യാം, ഒരു ഒബീഡിയൻ സിലിണ്ടർ എന്നുള്ള രീതിയിൽ. ഇനി അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി സിലിണ്ടർ എന്നല്ല. ഇപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഇൻക്ലിനേഷനിൽ വെച്ചു. നോർമലി ഒരു സിലിണ്ടർ ആണെങ്കിൽ താഴോട്ട് ഉരുണ്ട് പോകാൻ വേണ്ടത്, പക്ഷേ ഇത് തിരിച്ചാണ് വരുന്നത്. അതായത് താഴോട്ട് പോകുന്നതിന് പകരം ഇതാ കയറ്റം കയറി മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ആൻറ്റി ഗ്രാവിറ്റി സിലിണ്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ബോട്ടിലാണ്. അതായത് രണ്ട് സൈഡും സെയിം സൈസ് ആയിരിക്കണം. അപ്പം നമ്മൾ ചില ഗ്ലാസ് ഒക്കെ ഉണ്ട്, സ്റ്റീൽ ഗ്ലാസ് പോലെ ഒക്കെ ഉണ്ടാവും. ഒരു സൈഡ് വലുതായിരിക്കും, മറ്റേ സൈഡ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ പല ഷേപ്പുള്ളതുണ്ടാവും. അങ്ങനത്തെ ബോട്ടിൽസ് നമുക്ക് പറ്റില്ല. ഈക്വൽ സൈസുള്ള ബോട്ടിലായിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ബോട്ടിലിൽ ഞാനിപ്പോൾ ഈ സൈഡ് ഒരു മൂടി ഉള്ളതുകൊണ്ട് ഈ താഴെ വെക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഹൈറ്റ് വരും. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ സ്ട്രിപ്പും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഹൈറ്റ് ആക്കാൻ വേണ്ടി. എന്നാലും ഇത് പ്രോപ്പറായിട്ട് റോൾ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ കേസ് ബോട്ടിലിന് അടപ്പില്ല എങ്കിൽ അവിടെ രണ്ട് കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പേഴ്സ് ഒട്ടിച്ച് വെക്കുക, ഉള്ളോട്ട് പോകാത്ത രീതിയിൽ. ഇങ്ങനെ ഇവിടെ ഒരു ഫോഴ്സ് ഉള്ളോട്ട് വരുമ്പോൾ ഉള്ളോട്ട് പോകാത്ത രീതിയിൽ രണ്ട് സൈഡിലും ഒട്ടിച്ച് വെക്കുക, സാധാ റോളാണ് എടുക്കുന്നതെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഹോൾഡ് ചെയ്യാനൊരു പോയിൻ്റ് വേണം. അപ്പം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡിലേക്കും ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. രണ്ട് പോയിൻറ്റ്സ് രണ്ട് സൈഡിലും, ഇവിടെയും അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ആ പോയിൻറ്റ്സിൽ ഹോൾ ഇടണം. ചെറിയ ഹോൾ ഇട്ടാൽ മതി, അതായത് ഒരു റബ്ബർ ബാൻഡിൻ്റെ വിടുത്ത് കടക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഹോൾ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ഹോൾസ് ഇട്ടു. ഇനിയിപ്പം ത്രെഡ് ചെയ്ത് മൂടുന്ന ടൈപ്പ് അടപ്പുള്ള പാത്രമാണെങ്കിൽ ഹോൾസ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഹോൾസിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം ഈ രണ്ട് ഹോൾസ് വരേണ്ടത്. അല്ലാതെ ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ആവരുത്. ഇത് ഇതിൻ്റെ അതേ അലൈനിലായിരിക്കണം ഈ രണ്ട് ഹോൾസ് ഇടേണ്ടത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടതൊരു റബ്ബർ ബാൻഡ് വേണം, കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ അതിനേക്കാൾ നീളത്തിലുള്ള റബ്ബർ ബാൻഡ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പോൾ ഒരു സിംഗിൾ റബ്ബർ ബാൻഡ്, ഇപ്പോൾ നിങ്ങൾ വലിയ പാത്രം എടുത്ത് അത്രയും ലെങ്തി റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ 2-3 റബ്ബർ ബാൻഡ് ജോയിൻ ചെയ്താലും മതി. പക്ഷെ അത് ഇങ്ങനെ സിംഗിളായിട്ടുള്ള രീതിയിൽ ജോയിൻ ചെയ്യണം, അല്ലാതെ ഈ രീതിയിൽ ഇവിടുന്ന് ജോയിൻ ചെയ്തെടുക്കരുത്. ഈ ഒരു സ്ട്രെയിറ്റ് ഒറ്റ സിംഗിൾ ലൈൻ പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതിനുള്ളിൽ കൂടെ പാസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് ഈ മൂടി കൂടെ എടുത്തിട്ട് പുറത്ത് കെട്ടാണ് വേണ്ടത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യാനൊരു വെയിറ്റ് വേണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെയിറ്റായിട്ട് യൂസ് ചെയ്യുന്നത് പഴയ നട്ടാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതന്നെ വേണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പഴയ യൂസ് ചെയ്ത ബാറ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആയി പോകരുത്, കുറച്ചൊരു വെയിറ്റുള്ളൊരു സാധനമായിരിക്കണം. ഇത് നമ്മൾ ഇതിനകത്തുള്ള ഒരു റബ്ബർ ബാൻഡിൻ്റെ മേലേക്ക് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ അറ്റാച്ച് ചെയ്യണം.
അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നൂല് വെച്ച് കെട്ടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ടൈ ചെയ്യാം. ഞാനിപ്പം ഒരു അലൂമിനിയം കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മേലെ വെക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മളിത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സാക്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഉള്ളോട്ട് വെച്ച് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പുറത്തേക്ക് റബ്ബർ ബാൻഡ് പുറത്തെടുത്തിട്ട് ചെയ്താലും മതി. കാരണം നമുക്ക് മറ്റേ സൈഡ് വെച്ചിട്ട് ഉള്ളിൽ കയറ്റാം. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു റബ്ബർ ബാൻഡിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത വെയിറ്റ് കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കണം. ഫുള്ളായിട്ട് റബ്ബർ ബാൻഡിൻ്റെ മേലെ ആകരുത്, കുറച്ചിങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിൽ. നമ്മൾ വെയിറ്റ് ഫിറ്റ് ചെയ്ത് ലാസ്റ്റ് മൂടീൻ്റെ അവിടെയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിൽ വെയിറ്റ് ഞാൻ സെൻറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റബ്ബർ ബാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ റബ്ബർ ബാൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ഉള്ളിൽ കൂടെ കയറ്റാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ആ ഹോൾസ് ഇത്തിരി വലുതാക്കിയിട്ട് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്ത പോർഷൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കടത്താവുന്നതേ ഉള്ളൂ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇത് ഉണ്ടാവുക. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഇത് നമ്മൾ 2 അടപ്പാണ്, പിന്നെ ഇത് സെൻറ്ററിൽ നമ്മൾ കൊടുത്ത വെയിറ്റ്. അപ്പം നമ്മൾ ഈ ഒരു സാധനം റോൾ ചെയ്യുന്ന സമയത്ത് ഒരു ബാൻഡിലുള്ള വെയിറ്റ് കാരണം അത് അവിടെ മൂവ് ചെയ്യില്ല. അപ്പം ഇത് റോൾ ചെയ്യുന്ന സമയം മറ്റേ ബാൻഡ് അതിൻ്റെ മേലെ വൈൻഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വെയിറ്റുള്ള ബാൻഡ് മൂവ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും, മറ്റേ ബാൻഡ് അതിൻ്റെ മേലെ വൈൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വൈൻഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ പ്രൊജക്റ്റ് എക്സിബിഷനൊക്കെ വെക്കുമ്പം പറയാം, ഈ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാൻഡിനകത്ത് ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ തള്ളുന്ന ഫോഴ്സിനനുസരിച്ച് എത്ര ദൂരം പോകണോ അത്രയും ദൂരം ഈ ബാൻഡ് വൈൻഡ് ആവും. ആ പൊട്ടൻഷ്യൽ എനർജി ഈ റബ്ബർ ബാൻഡിനകത്ത് സ്റ്റോർ ആവുകയും ചെയ്യും. ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എനർജി അതിന് റിലീസ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് അൺവൈൻഡ് ചെയ്യാണ്. അപ്പോൾ അൺവൈൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ വെയിറ്റ് ഇങ്ങോട്ട് തിരിയണം. പക്ഷെ നമ്മൾ ആ വെയിറ്റ് കുറച്ച് കൂടുതലുള്ള കാരണം അത് അങ്ങനെ തിരിയില്ല. അപ്പോൾ ആകെയുള്ളൊരു മാർഗം അത്രയും റോൾ ചെയ്താൽ അത്രയും പോർഷൻ അത് തിരിച്ച് ഇങ്ങോട്ട് റോൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം റോൾ ചെയ്യുമ്പം ഈ റബ്ബർ ബാൻഡ് വൈൻഡ് ആവും, അതിനകത്ത് ആ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവുകയും ചെയ്യും. പിന്നെ ആ പൊട്ടൻഷ്യൽ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി ഇതിനാകെയുള്ളൊരു മാർഗം തന്നെ തിരിച്ച് റോൾ ചെയ്യാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി ഈ ഒരു പാത്രത്തിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് തിരിച്ച് ഇങ്ങോട്ട് ഒരു റോൾ ചെയ്യും. അങ്ങനെയാണ് ആ മോഷൻ കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന രീതിയിൽ ആ മോഷൻ കിട്ടുന്നത് ഈ എനർജി കൺവേർഷൻ കാരണമാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി ഇത് കെട്ടുമ്പം നിങ്ങൾ ഭയങ്കര സ്ട്രെച്ചായിട്ട് ഇത് കെട്ടരുത്. കാരണം അത് വൈൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന്. പിന്നെ വളരെ ലൂസായിട്ടും കെട്ടരുത്. കാരണം ഒരുപാട് അത് വൈൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു റിസ്റ്റോറിങ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഓവർ സ്ട്രെച്ചായിട്ടോ ഓവർ ലൂസായിട്ടോ നിങ്ങൾ ഇതിനകത്ത് കെട്ടരുത്. ഒരു മിനിമം ഇത് നിങ്ങൾ കെട്ടിക്കഴിയുമ്പം ഈ ഒരു ലെവലിൽ, അതായത് ഇത് അധികം തൂങ്ങിക്കിടക്കാതെയും ഇത് ഓവർ സ്ട്രെച്ച് ആവാതെയും ഉള്ള ഒരു ലെവലിൽ വേണം നിങ്ങളത് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് വേണമെങ്കിൽ കവർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം പ്രൊജക്റ്റിനൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉള്ളിൽ എന്താ മെക്കാനിസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഉള്ളിൽ കാണാത്ത ബോക്സ് പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്യാം. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള റബ്ബർ ബാൻഡും റബ്ബർ ബാൻഡും വെയിറ്റും തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട്. അതായത് നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത്രയും വെയിറ്റ് നമ്മൾ ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന സമയത്ത് ആ വെയിറ്റ് റബ്ബർ ബാൻഡിൻ്റെ പവർ കൊണ്ട് ഉള്ളിൽ നിന്ന് തിരിച്ച് അൺവൈൻഡ് ചെയ്യുക. അപ്പോൾ ഈ സാധനം തിരിച്ച് വരണമെന്നില്ല. അപ്പം കട്ടിയുള്ള റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വെയിറ്റ് ഇടണം. പിന്നെ കുറച്ചുകൂടെ പവർഫുൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻക്ലിനേഷൻ വെച്ചാലും ഇതിപ്പോൾ അത്ര കട്ടിയില്ലാത്ത റബ്ബർ ബാൻഡാണ്, അതുകൊണ്ട് നല്ലൊരു ഇൻക്ലിനേഷൻ വെച്ച് താഴോട്ട് തന്നെ പോകും.
കുറച്ചും കൂടി നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഇൻക്ലിനേഷൻ വെച്ചാലും അത് നേരെ മേലോട്ട് ഇങ്ങനെ കയറി വരും. ഇതിന് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി ആയിട്ടാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ ആ ഒരു ഇൻക്ലിനേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഇൻക്ലിനേഷൻ വെച്ചാൽ അത് തിരിച്ച് വരുന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, ആ രീതിയിൽ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു ഒബീഡിയൻ സിലിണ്ടർ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ആ റബ്ബർ ബാൻഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വെയിറ്റും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ പല സൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇത് പ്ലാസ്റ്റിക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ കൊണ്ട് ഒരു റോൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ചെയ്താലും മതി. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ കഴിയാണ്. അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം MP's World.